പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. തമിഴ്നാട് തേനിയിൽ 52 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ പണം വാങ്ങി വിൽപ്പന നടത്തിയ കേസിൽ അച്ഛനുൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. അച്ഛനും കുഞ്ഞിനെ വാങ്ങിയ ബോഡിനായ്ക്കന്നൂർ സ്വദേശികളായ ദമ്പതികളുമാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ജൂലൈ 21-ന് ജനിച്ച ആൺകുട്ടിയെയാണ് ബോഡിനായ്ക്കന്നൂർ സ്വദേശികളായ ദമ്പതികൾക്ക് വിൽപ്പന നടത്തിയത്. കുട്ടിയുടെ അമ്മ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. അച്ഛൻ കൂടുതൽ സമയവും മദ്യലഹരിയിലും. തന്റെ കുഞ്ഞിനെ 1 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതായി അച്ഛൻ സമീപവാസികളിൽ ഒരാളോട് പറഞ്ഞു. ഇയാൾ പോലീസിലും ചൈൽഡ് ലൈനിലും വിവരമറിയിച്ചു. പോലീസെത്തി അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ചോദ്യം ചെയ്തു. മധുരയിലുള്ള ബന്ധുവിന് കുട്ടികളില്ലാത്തതിനാൽ വളർത്താൻ ഏൽപ്പിച്ചുവെന്നാണ് അച്ഛൻ പോലീസിനോട് ആദ്യം പറഞ്ഞത്. പോലീസ് മധുരയിലെത്തി പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞ് അവിടെയില്ലെന്ന് കണ്ടെത്തി. തുടർന്ന് അച്ഛനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. ഇതിലാണ് ബോഡിനായ്ക്കന്നൂർ സ്വദേശിയായ ശിവകുമാരനും ഭാര്യയ്ക്കുമാണ് കുഞ്ഞിനെ കൈമാറിയതെന്ന് കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ശിവകുമാറിന്റെ ഒരു ബന്ധുവിന് നൽകാനാണ് കുഞ്ഞിനെ വാങ്ങിയത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും കുഞ്ഞിനെ വീണ്ടെടുത്ത ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അച്ഛനെയും ശിവകുമാർ, ഭാര്യ ഉമാമഹേശ്വരി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. 24 തേനി.